ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വുഡ് യു ലൈക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എവിടെയാണ് നമ്മൾ വുഡ് യു ലൈക്ക് ഉപയോഗിക്കാറ് നിങ്ങൾക്കറിയാമോ? സാധാരണയായി ഒരു ടൈം ബീയിങ്ങിലേക്കുള്ള ഒരു ആവശ്യം ചോദിക്കാനായിട്ടാണ് നമ്മൾ വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് അതൊരു വസ്തുവിനെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ആവശ്യം ചോദിക്കാൻ വേണ്ടി, ഒരു വസ്തു ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന എന്ന പോലെ, മറിച്ച് അല്ലെങ്കിൽ ആ ഇഷ്ടം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക. സോ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. വുഡ് യു ലൈക്ക് ഫ്ലവേഴ്സ്? നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ? ഇപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വുഡ് യു ലൈക്ക് ഫ്ലവേഴ്സ് എന്ന് ചോദിക്കുക. മറ്റൊന്ന്, വുഡ് യു ലൈക്ക് സം ചീസ് ഓൺ ടോപ്പ്? നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ നമ്മുടെ വെയിറ്റർ വന്നിട്ട് നമ്മളോട് ചോദിക്കും വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് എന്ന് ചോദിക്കും. പക്ഷേ വുഡ് യു ലൈക്ക് എപ്പോഴാണ് ചോദിക്കുക? ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് വുഡ് യു ലൈക്ക് സം ചീസ് ഓൺ ടോപ്പ്, ഒരു ഡിഷ് നമുക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിലേക്ക് ഒരു അഡീഷൻ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക്ക് സം ചീസ് ഓൺ ടോപ്പ്, ഇപ്പോൾ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ ഇടണോ എന്നാണ് ആ ഒരു ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, വുഡ് യു ലൈക്ക് സം മോർ കേക്ക്? അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കേക്ക്സ് ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് കുറച്ചും കൂടെ കേക്ക് വേണോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ കേക്ക് ഇപ്പോൾ വേണമോ എന്ന് ചോദിക്കാനാണ് വുഡ് യു ലൈക്ക് സം മോർ കേക്ക് എന്ന് ചോദിക്കുക. ഇതുപോലെ നിരവധി അനവധി എക്സാമ്പിൾസ് ഉണ്ട്. ഇതിനൊക്കെ ഉത്തരമായി നമ്മൾ പറയുക ഐ വുഡ്, യെസ് ഐ വുഡ് ലൈക്ക്, എനിക്കത് കഴിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് വേണം എന്ന് പറയാനായിട്ടാണ് അതിന് ഒരു ആൻസർ എന്നോണം, അതിനൊരു റിപ്ലൈ എന്നോണം യെസ് ഐ വുഡ് എന്നുള്ളത് ആൻസർ കൊടുക്കുക. ഫോർ ദ ടൈം ബീയിങ്, ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വുഡ് യു ലൈക്ക് ഉപയോഗിക്കുക. അത് കുറച്ചുകൂടി ഒരു പൊളൈറ്റ് ആയിട്ടുള്ളൊരു മാനറാണ് വുഡ് യു ലൈക്ക്. അല്ലെങ്കിൽ വിൽ യു ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ വുഡ് യു ഉപയോഗിച്ചാൽ കുറച്ചുകൂടി പൊളൈറ്റ് ആയിരിക്കും ആ കാര്യങ്ങൾ. സോ ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കോമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു, ടേക്ക് കെയർ. ഒരു പേഴ്സണൽ മെന്ററിന്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.